നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ഒക്ടോബർ മാസം 27-ാം തീയതി തിങ്കളാഴ്ച തുലാമാസത്തിലെ സ്കന്ദഷഷ്ഠി വ്രതമാണ്. ശ്രീ സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രീതിക്കായി അനുഷ്ഠിക്കുന്ന വ്രതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഈ വ്രതം എല്ലാ മാസത്തിലെയും വെളുത്ത പക്ഷത്തിലെ പ്രഥമ മുതൽ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുകയും പഞ്ചമി നാളിൽ ഉപവസിക്കുകയും ചെയ്താണ് വ്രതം അനുഷ്ഠിക്കേണ്ടത്. സ്കന്ദഷഷ്ഠി അനുഷ്ഠാനത്തിൽ 6 ദിവസത്തെ അനുഷ്ഠാനം അനിവാര്യമാണ്. ആദ്യത്തെ 5 ദിവസങ്ങളിൽ രാവിലെ മുതൽ ദേഹശുദ്ധി വരുത്തിയ ശേഷം മനഃശുദ്ധിയോടെ ഭഗവത് നാമങ്ങൾ ഉരുവിട്ട് ആഹാരക്രമങ്ങളിൽ പൂർണ്ണ നിയന്ത്രണം വരുത്തി കഴിയുക എന്നത് വ്രതാനുഷ്ഠാനത്തിന്റെ ഭാഗമാണ്. വ്രതദിവസവും തലേ ദിവസവും പകലുറക്കം അരുത്. ഒരു നേരം അരിയാഹാരവും മറ്റു സമയങ്ങളിൽ ലഘുഭക്ഷണവും ആകാം. ഷഷ്ഠിവ്രതം അനുഷ്ഠിക്കുന്നവർ 6-ാം ദിവസം രാവിലെ മുരുകക്ഷേത്രത്തിൽ എത്തുകയും വൈകുന്നേരം വരെ പൂജകളിലും മറ്റും പങ്കെടുത്ത ശേഷം ഷഷ്ഠി വ്രതാനുഷ്ഠാനം അവസാനിപ്പിക്കേണ്ടതാണ്. അത് സാധ്യമല്ലാത്തവർ പഞ്ചമി നാളിൽ ഉപവസിച്ചുകൊണ്ടോ ഒരു നേരം മാത്രം അരി ആഹാരം ഭക്ഷിച്ചുകൊണ്ടോ ഷഷ്ഠിവ്രതം അനുഷ്ഠിക്കണം. പഞ്ചമിയിൽ വ്രതമനുഷ്ഠിച്ച് ഷഷ്ഠി നാളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ 6 പ്രാവശ്യം ശ്രീകോവിലിനെ വലം വെച്ച് ഭഗവാനെ തൊഴുത് തീർത്ഥം സേവിച്ച് പാരണമിടുക. തുടർന്ന് ക്ഷേത്രത്തിൽ നടക്കുന്ന സഹസ്രനാമാർച്ചന, നാമസങ്കീർത്തനം എന്നിവയിൽ പങ്കെടുത്ത് കലശാഭിഷേകം തൊഴുത് ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന നിവേദ്യം ഷഷ്ഠി ഊട്ട് കഴിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. ഭഗവാൻ സുബ്രഹ്മണ്യൻ ശൂരപത്മാസുരനെ നിഗ്രഹിച്ചത് സ്കന്ദഷഷ്ഠി ദിനത്തിലാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പൂർണ്ണ വിശ്വാസത്തോടെ ഭക്തിപൂർവം അനുഷ്ഠിക്കേണ്ട വ്രതമാണ് ഷഷ്ഠിവ്രതം. സർപ്പാകൃതി പൂണ്ട് തിരോധാനം ചെയ്ത ശ്രീമുരുകനെ സ്വരൂപത്തിൽ തന്നെ വീണ്ടും കിട്ടുന്നതിനു വേണ്ടി മാതാവായ ശ്രീ പാർവതി ദേവി 108 ഷഷ്ഠിവ്രതമെടുത്ത് പ്രത്യക്ഷപ്പെടുത്തിയതായും താരകാസുര നിഗ്രഹത്തിനായുള്ള യുദ്ധസമയത്ത് അപ്രത്യക്ഷനായ ശ്രീമുരുകനെ യുദ്ധക്കളത്തിൽ വീണ്ടും എത്തിക്കുവാനായി ദേവന്മാർ വ്രതമെടുത്ത് ഫലസിദ്ധി നേടിയതായും പുരാണത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. പൂർണ്ണഭക്തിയോടെ ഷഷ്ഠിവ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ഉദ്ദിഷ്ടകാര്യസിദ്ധി ലഭിക്കുമെന്നത് തീർച്ചയാണ്. സന്താനലബ്ധി, സന്താനങ്ങളുടെ ശ്രേയസ്, ശത്രുനാശം, ധനാഭിവൃദ്ധി, ദാമ്പത്യ സൗഖ്യം തുടങ്ങിയവയാണ് ഷഷ്ഠിവ്രതാനുഷ്ഠാനം കൊണ്ടുള്ള പൊതുവെയുള്ള പുണ്യഫലങ്ങൾ. സർപ്പശാപം തീർക്കാനും നല്ലതായി പറയുന്നുണ്ട്. മാറാവ്യാധികൾ, ദുസ്വപ്നങ്ങൾ, ആഭിചാരദോഷം, പ്രേതബാധ, അനാരോഗ്യം, ഇഴജന്തുക്കളിൽ നിന്നുള്ള ഭയം തുടങ്ങിയവ പതിവായി വ്രതം എടുക്കുന്നവരെ ബാധിക്കില്ല. സന്തതികളുടെ സർവൈശ്വര്യത്തിനും വളരെ ഫലമുള്ള ഒരു വ്രതമാണിത്. വൃശ്ചിക മാസത്തിൽ ആരംഭിച്ച് തുലാമാസത്തിൽ അവസാനിക്കുന്ന വിധത്തിൽ 12 ഷഷ്ഠി എന്ന രീതിയിൽ 9 വർഷം കൊണ്ട് 108 ഷഷ്ഠി എന്ന രീതിയിലും ഭക്തർ വ്രതം എടുക്കാറുണ്ട്. ഇതിനു കഴിയാത്തവർ തുലാമാസത്തിലെ ഷഷ്ഠിയെങ്കിലും അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. നമസ്കാരം.